ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്? വൈ? കാരണം ഇവിടെ തന്നെ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ വേറെ 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ തോന്നുന്നു. ഓക്കെ, അപ്പോൾ 8 പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഒരു പ്ലാനറ്റിൽ മാത്രമേ ലൈഫ് ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ കാര്യം? എന്താണ് നമ്മുടെ യൂണിവേഴ്സിൽ ഒരു 0.0000000000001% പോലും ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ എർത്തിനുള്ളത്. അപ്പം അത്രയും ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പ്രോബബിലിറ്റിക്കലി ഇത് ഭയങ്കര കുറവാണ് ഇങ്ങനെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പെർസെൻറ്റേജ്. അപ്പം നമുക്കിങ്ങനെ ലൈഫൊക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കിട്ടി, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവയർനെസ്സും കിട്ടി, കോൺഷ്യസ്നെസ്സും ഉണ്ട്. എന്നിട്ടും ആൾക്കാരെന്താണ് ചിന്തിക്കാത്തത്? ആൾക്കാർ എന്തുകൊണ്ടാണ് ചിന്തയിലേക്ക് മടങ്ങാത്തത്? ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും സംഭവമല്ലേ ചിന്ത. ആൾക്കാരിപ്പോൾ ചിന്തിക്കാറില്ല, ആൾക്കാർ ജീവിക്കുകയാണ് വെറുതെ. ആരെങ്കിലും എന്തെങ്കിലും പറയും, അതിൻ്റെ പുറകെ പോകും. അതാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. മതം, രാഷ്ട്രീയം, ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. മതം, രാഷ്ട്രീയം, പിന്നെ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്ന കുറച്ച് ബുക്കുകളെ ഫോളോ ചെയ്യുന്നു. രാഷ്ട്രീയം അതൊക്കെ തന്നെയാണ്. കുറേ നേതാക്കൾ പറയുന്നത് അനുസരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കതിന് ഉത്തരം കിട്ടുന്നുണ്ടോ? അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അനർത്ഥമാണ്. കാരണം സ്വന്തം ചിന്തയിലാണ് സ്വന്തം സന്തോഷം ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ ചിന്ത ചേടിപ്പോയി കഴിഞ്ഞാൽ അതിന് സന്തോഷമില്ല. സന്തോഷം വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ മരിക്കും, മറ്റു കഴിഞ്ഞാൽ വേറെ ജീവനൊന്നുമില്ല. അപ്പം ചിന്തിക്കാൻ നോക്കുക. നിങ്ങൾ തന്നെ ഒരു കാര്യത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ആകാശത്തിന് നീല കളർ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നവരുണ്ട്. 100-ൽ 5% ആൾക്കാരായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് സൂര്യൻ കത്തുന്നത്? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഹെലികോപ്റ്ററുകളും പ്ലെയിനും പറക്കുമ്പോൾ താഴോട്ട് വീഴാത്തത്? എന്തുകൊണ്ടാണ്? ചിന്തിക്കണം. ഇത് ചെറിയ ക്വസ്റ്റ്യൻസ് ചിന്തിച്ചാണ് വലിയ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുക.